വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള ദിനബത്ത വൈകുന്നു. കഴിഞ്ഞ മാസത്തെ തുക ഇതുവരെ അക്കൌണ്ടിലെത്തിയില്ല. 300 രൂപയാണ് ധനസഹായമായി സർക്കാർ നൽകിയിരുന്നത്. പ്രതിഷേധവുമായി ദുരന്ത ബാധിതരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മാസം കയറിയിട്ടില്ല. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിനുള്ളിൽ എല്ലാവരും അക്കൗണ്ട് കയറുന്നതാണ്. ഈ പ്രാവശ്യം ഈ മാസം കയറിയിട്ടില്ല. കാരണം ആരും കയറിയിട്ടില്ല. കാരണം എന്താണ് സംഭവം എന്നറിയില്ല. ഇനി നിർത്തിയതാണോ അതോ ആ വിവരവും ഇല്ല. ഇനി കൊടുക്കുന്നു അതോ ആ വിവരവും നമ്മളല്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മാസം ഇപ്പോൾ സാധാരണ ഒരു 3-ാം തീയതിനുള്ളിൽ കറക്റ്റായിട്ട് കയറുന്നതാണ്. ഈ പ്രാവശ്യം കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നത്, പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു സ്ഥലത്താണെങ്കിൽ പല ആൾക്കാർ സഹായമാണ്. ഇപ്പം നമുക്ക് ടൗൺഷിപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കുക. ഇപ്പോൾ ഒരാൾ അപ്പുറത്താണെങ്കിൽ ഒരാൾ ഇവിടെയാണ്. അങ്ങനെ അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഈ 9,000 കിട്ടുമ്പോൾ ഒരു കുറേ ആശ്വാസമുണ്ട്. അപ്പോൾ അത് സർക്കാരിന് ഒന്നും കൂടി അത് നിർബന്ധമായിട്ട് അതൊന്ന് കൂടി ദുരന്തബാധിതർക്ക് കൊടുക്കണം എന്നാണ്. ഞാൻ ദുരന്ത ബാധിക്കപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഫൈസൽ, കഴിഞ്ഞ മാസത്തെ തുക ഇതുവരെ അക്കൌണ്ടിൽ എത്തിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസം വൈകിയാലും ഈ തുക ലഭിക്കുമെന്നാണോ കരുതേണ്ടത്? അതല്ല ഈ പദ്ധതി ഈ ഒരു സംഭവം വേണ്ട എന്ന് വെച്ചു സർക്കാർ എന്നാണോ കരുതേണ്ടത്? ശരി, ഫൈസലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ അവർക്ക് നൽകുന്ന ദിനബത്ത വൈകുകയാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ മാസത്തെ തുക ഇതുവരെ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. 300 രൂപ ദിനബത്തയായി 50,000 രൂപയാണ് ഒരു മാസം അവർക്ക് ലഭിക്കുന്നത്. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട്. ഫൈസൽ, ഇനിയിപ്പോൾ ഇത് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയെന്നാണോ കരുതേണ്ടത്? അമൃത, ഇനി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവസാനമായി ദിനബത്ത ഈ ഡിസംബർ മാസം 31-ാം തീയതിയാണ് അതിന്റെ ഒരു കാലാവധി അവസാനിക്കുന്നത്. ഇനി ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ ഒരു ദിനബത്ത തുടരണമെങ്കിൽ പുതിയ മന്ത്രിസഭ തീരുമാനിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ദിനബത്ത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവരുടെ ഒരു മഹാദുരന്തം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് ഇതുവരെ കടക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായി വരുമാനമില്ലാത്ത ആളുകളുണ്ട്, ആശുപത്രി ആവശ്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു ദിനബത്ത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം തന്നിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മാസം വരെ അത് മുടക്കമില്ലാതെ കിട്ടിയതുമാണ്. അല്ലെങ്കിൽ 3-ാം തീയതിക്കുള്ളിലായി അക്കൗണ്ടിലേക്ക് കയറിയിരുന്നതാണ്. അപ്പൊ ഇത്തവണ അത് മുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ വൈകിയിരിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് മുടക്കരുത്. അതിൽ പുനരധിവാസം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതുവരെ ഈ ദിനബത്ത നിർത്തരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അത് ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻപ് പലതവണയും ഈ ദിനബത്ത മുടങ്ങിയതിനെ തുടർന്ന് പലതരത്തിലുള്ള സമരങ്ങളിലേക്കും ദുരന്തബാധിതർ എത്തിയിരുന്നു. തഹസീൽദാർ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ദുരന്തബാധിതർ സമരവുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ഈ ഉത്തരവ് വീണ്ടും നീട്ടുകയായിരുന്നു. പല തവണയായി ഇത് നീട്ടിയിട്ടാണ് അവസാനം ഈ ഡിസംബർ 31 വരെ എന്നുള്ള ഒരു കാലാവധിയിലേക്ക് എത്തിയത്. ഇനി എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലം വരെ ഈ ഒരു നീട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു ദിനബത്ത നീട്ടാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് നിർത്തി നിലവിലുള്ള സാഹചര്യം വെച്ച് ഈ ദിനബത്ത നിർത്തിയിരിക്കുന്നു. ദുരന്തബാധിതർ വലിയ ആശങ്കയിലാണ്, വലിയ പ്രയാസത്തിലാണ്. അവർക്ക് വാടക കിട്ടുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ദൈനംദിന ചെലവുകൾക്ക് ഇപ്പോൾ ഒരു വഴിയുമില്ലാത്ത ഒരു അവസ്ഥയാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അമൃത, ശരി.